വാൽവ് തിരിച്ച് വാട്ടർ കണക്ഷൻ പുനഃസ്ഥാപിച്ച ശേഷം മരിയാനെറ്റോ വേഗം ബെഡ്റൂമിലെത്തി. മുറിയിൽ ഭയാനകമായതെന്തോ കണ്ടിട്ടെന്ന പോലെ ചകിതയായി നിൽക്കുകയായിരുന്നു നയോമി. എന്തു പറ്റി മോളെ? ആരാ വന്നത്? വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടല്ലോ. അഷ്ടമൂർത്തി ആയിരുന്നോ? ആരോ ഓരിയിട്ടത്? ഈ ചോദ്യങ്ങൾ ഓരോന്നിനും 2-3 സെക്കൻഡ് ഇടവേളകളുണ്ടായിരുന്നു. നയോമിയുടെ മറുപടിയില്ലാത്ത മുഖം കണ്ടിട്ടാണ് മരിയാനെറ്റോ തുടരെ ചോദിച്ചു കൊണ്ടിരുന്നത്. ഒടുവിൽ നയോമി കൈമലർത്തി കാട്ടി. ആരോ വന്നു. എനിക്കറിയില്ല ആരാണെന്ന്. നീ ചോദിച്ചില്ലേ? അങ്കിളാണെന്ന് വിചാരിച്ച് വാതിൽ തുറന്നപ്പോൾ തൊട്ടു മുമ്പിൽ 3 ആണുങ്ങൾ. എന്നെ കണ്ടയുടനെ അവർ പേടിച്ച് തിരിഞ്ഞോടിക്കളഞ്ഞു. ഓരിയിടുന്ന പോലെ ഒരു ശബ്ദം കേട്ടല്ലോ. മരിയാനെറ്റോ അമ്പരപ്പിൽ ചോദിച്ചു. എന്നെ കണ്ട് പേടിച്ച് നിലവിളിച്ചുകൊണ്ട് ഒരാൾ ഓടിയതാ. മരിയാനെറ്റോ അവളെ നോക്കി അന്തം വിട്ടു. നിന്നെ കണ്ട് കൂകിക്കരഞ്ഞുകൊണ്ട് ഓടാൻ നീ എന്താ പ്രേതമോ യക്ഷിയോ മറ്റോ ആണോ? അതാ എനിക്ക് മനസ്സിലാകാത്തെ. അവർ സംസാരിച്ചു നിൽക്കെ കാറുകൾ ബംഗ്ലാവിൽ നിന്നും പാഞ്ഞു പോകുന്നതിൻ്റെ ശബ്ദം കേൾക്കായി. നയോമി വാതിൽ അടച്ചിരിക്കുകയായിരുന്നു. മരിയാനെറ്റോ ചെന്ന് തുറന്നു. ബംഗ്ലാവിന് നേർക്ക് നോക്കി. ഏതൊക്കെയോ മുറികളിൽ വെളിച്ചമുണ്ട്. എന്നാൽ മുൻഭാഗത്തെയും ഹാളിലെയും മറ്റും ലൈറ്റുകൾ അണഞ്ഞിരിക്കുന്നു. മരിയാനെറ്റോ പുറത്തേക്കിറങ്ങാൻ ഭാവിച്ചപ്പോൾ നയോമി തടഞ്ഞു. വേണ്ട, പോകണ്ട, എനിക്ക് പേടിയാകുന്നു. എന്തിനാ പേടിക്കുന്നേ? അവർ നിന്നെ കണ്ടിട്ടല്ലേ പേടിച്ചത്? നയോമി മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ട് മരിയാനെറ്റോ പറഞ്ഞു. എനിക്കിപ്പോൾ കാര്യം മനസ്സിലായി. നിന്നെ കണ്ടിട്ട് സിത്താരയാണെന്ന് അവർ വിചാരിച്ചു കാണും. സിത്താരയെ അവർക്ക് ഭയമായിരുന്നോ? അവൾ മരിച്ചു പോയില്ലേ? മരിച്ചവൾ കൺമുമ്പിൽ വന്നു നിന്നാൽ ആരാ പേടിക്കാത്തത്? ഇപ്പോൾ നയോമിക്കും കാര്യം പിടികിട്ടി. അപ്പോൾ സിത്താര മരിച്ചു പോയെന്നറിയാവുന്ന ആൾക്കാരാണ് അല്ലേ? നമ്പ്യാർ സാറിൻ്റെ ബന്ധുക്കൾക്ക് അറിയാമല്ലോ. അവരൊക്കെ സ്ഥലം വിട്ടെന്ന് തോന്നുന്നു. കാറുകളുടെ ശബ്ദവും ഹെഡ്ലൈറ്റും ഒക്കെയായിട്ട് പെട്ടെന്നൊരു ബഹളം. അഡ്വക്കേറ്റ് വരട്ടെ, നമുക്ക് പുറത്തിറങ്ങി നോക്കാം, മരിയാനെറ്റോ പറഞ്ഞു. വെളിയിൽ ചാറ്റമഴയ്ക്ക് അല്പം കനം കൂടിയിട്ടുണ്ടായിരുന്നു. അഷ്ടമൂർത്തി നനഞ്ഞാണ് ഔട്ട് ഹൗസിലെത്തിയത്. ആരെങ്കിലും കണ്ടോ? മരിയാനെറ്റോ ചോദിച്ചു. ക്വാർട്ടേഴ്സിലൊക്കെ താമസക്കാരുണ്ട്. പക്ഷേ ആരും സഹായിക്കാൻ തയ്യാറല്ല. ടി വിയൊക്കെ കണ്ട് രസിച്ചിരിക്കുമ്പോൾ ഈ ചാറ്റമഴയത്ത് കാറിൻ്റെ ടയർ മാറ്റിയിടാനൊക്കെ ആർക്ക് തോന്നും? അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വർക്ക്ഷോപ്പുകാരെ ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് ചോദിച്ചില്ലേ? 2 ഫോൺ നമ്പർ കിട്ടി. അതിൽ വിളിച്ചിട്ട് ഒരാൾ ഫോണെടുത്തു. ആൾ വർക്ക്ഷോപ്പൊക്കെ അടച്ച് വീട്ടിൽ പോയി കുളിയും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണത്രേ. നാളെ നോക്കാമെന്ന്. അതാ നല്ലത്. ഈ രാത്രിയിൽ അതിനിട്ട് പണിയാൻ പോയാൽ വലിയ ബുദ്ധിമുട്ടാകും. ഒന്നാമത് പൊളിഞ്ഞ റോഡ്, കാറ് ഇറക്കത്തിലാണ് കിടക്കുന്നതും. ഇന്നിവിടെ തങ്ങാം. ഫുഡിൻ്റെ കാര്യം കഷ്ടത്തിലാവൂലേ? നമുക്ക് ബംഗ്ലാവിലൊന്ന് കയറി നോക്കാം. അഷ്ടമൂർത്തി സാർ പുറത്തോട്ട് പോയപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. മരിയാനെറ്റോ അത് വിശദീകരിച്ചു. അപ്പോൾ അഷ്ടമൂർത്തിക്കും ഉത്സാഹമായി. നമുക്ക് ബംഗ്ലാവിൽ കയറാം. താക്കോലുണ്ടല്ലോ മാഡത്തിൻ്റെ കയ്യിൽ. മിന്നുമോളെ എന്ത് ചെയ്യും? അവൾ ഒറ്റയ്ക്കേ ഉള്ളല്ലോ. നയോമി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. മറുപടി പറയാതെ മരിയാനെറ്റോ മിന്നുമോളെ വാരിയെടുത്ത് തോളത്ത് കിടത്തി. 3 മക്കളെ വളർത്തിയതാ. കഴിയുന്നിടത്തോളം നിലത്ത് വയ്ക്കാതെ തന്നെയാ, മരിയാനെറ്റോ പറഞ്ഞു. ഇതൊക്കെ കുഞ്ഞിൻ്റെ അമ്മ ആരും പറയാതെ ചെയ്യുന്നതല്ലേ? അഷ്ടമൂർത്തി അഭിപ്രായപ്പെട്ടു. നയോമിയെ ഞാൻ പല തവണയായി ശ്രദ്ധിക്കുന്നു. മോളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധക്കുറവുണ്ട് കേട്ടോ. ഒരു പെറ്റമ്മയുടെ കണ്ണും കൈയും ചെവിയും നയോമിക്കില്ല. മറ്റാരുടെയോ കുഞ്ഞിനെ നയോമിയുടെ അടുത്ത് നോക്കാൻ ഏൽപ്പിച്ച പോലെയാ. അങ്കിളെ, എൻ്റെ മാനസികാവസ്ഥ എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ, നയോമി വാദിച്ചു. ഇല്ലെങ്കിൽ ഇനിയെങ്കിലും ഉണ്ടാകണം. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ? താൻ ആരാണ്? തനിക്ക് ആരൊക്കെയുണ്ട്? തൻ്റെ സ്ഥാനം എന്താണ്? ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓർമ്മ തിരിച്ചു കിട്ടിയതുപോലെയായി, അഷ്ടമൂർത്തി പറഞ്ഞു. കൊച്ചു കുഞ്ഞുങ്ങളുള്ള ഒരമ്മയുടെ കണ്ണും ചെവിയും റഡാർ പോലെയാ. നോക്കാതെ കാണും, ഒച്ചയില്ലാതെ കേൾക്കും. പക്ഷേ നിനക്കാ റഡാറില്ല. ഇപ്പോഴത്തെ പല അമ്മമാർക്കുമില്ല. നയോമിയുടെ പോരായ്മ ലഘൂകരിക്കാൻ എന്നോണം മരിയാനെറ്റോ അഭിപ്രായപ്പെട്ടു. അവർ ഔട്ട് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി വടക്കുഭാഗത്തെ കോൺക്രീറ്റ് പടികൾ കയറി ബംഗ്ലാവിൻ്റെ മുറ്റത്തെത്തി. കാർ പോർച്ചിലോ മുറ്റത്തോ ഒരൊറ്റ വാഹനം പോലും കാണാനില്ല. ഇവിടെ ഓഫീസ് ഉപയോഗത്തിന് പഴയൊരു ക്വാളിസ് കാർ ഉണ്ടായിരുന്നല്ലോ, അതും കൊണ്ടുപോയോ? മരിയാനെറ്റോ ആരോടൊന്നില്ലാതെ ചോദിച്ചു. ബംഗ്ലാവിൻ്റെ പൂമുഖത്തും വശങ്ങളിലും ഇരുട്ടായിരുന്നു. ഇരുവശത്തുമായി പൈൻ മരങ്ങളുടെ ഓരോ നിര ആകാശത്തേക്ക് ഇരുട്ട് വളർന്ന പോലെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ബംഗ്ലാവിൻ്റെ മുകളിലത്തെ നിലയിൽ പല മുറികളിലും വെളിച്ചമുണ്ട്. 2-ാം നിലയുടെ മുകളിൽ നിന്നുള്ള ശക്തി കൂടിയ ബൾബിൻ്റെ പ്രകാശം മുറ്റത്തിൻ്റെ മുൻഭാഗത്ത് പ്രകാശം പരത്തുന്നുണ്ടായിരുന്നു. മരിയാനെറ്റോ താക്കോൽ കൂട്ടത്തിൽ നിന്ന് താക്കോൽ തിരഞ്ഞെടുത്ത് വാതിൽ തുറന്നു. സ്വിച്ച് ബോർഡിൻ്റെ സ്ഥാനം അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. മുൻവശത്തെ ലോബിയിൽ പ്രകാശം പരന്നു. അടുത്തത് വിശാലമായ ഹാളാണ്. ധാരാളം സോഫകളും സെറ്റുകളും കുഷനുകളും ടീപ്പോകളുമെല്ലാമുള്ള ഹാൾ. താഴെ ചുവന്ന പരവതാനി വിരിച്ചിരിക്കുന്നു. ഹാളിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ഒരു സ്റ്റെയർകേസ് ഒന്നിച്ചാരംഭിച്ച് പാതി ഉയരത്തിൽ 2ആയി പിരിഞ്ഞ് പ്രണയചിഹ്നത്തിൻ്റെ ആകൃതിയിൽ മുകളിൽ എത്തിച്ചേരുന്നുണ്ട്. മദ്യക്കുപ്പികൾ, സോഡ ഗ്ലാസുകൾ, തീറ്റ സാധനങ്ങൾ എന്നിവ നിരത്തി 4 ടീപ്പോകൾ ഹാളിലുണ്ടായിരുന്നു. പല ഗ്ലാസുകളിലും മദ്യം ബാക്കിയാണ്. മദ്യക്കുപ്പികളിലും മദ്യമുണ്ട്. വലിയ ഡൈനിങ് ഹാളും കിച്ചണും പരിശോധിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി.
2 ദിവസമെങ്കിലും ബംഗ്ലാവിൽ താമസിക്കാനുള്ള തയ്യാറെടുപ്പുകളോടെയാണ് അവിടെയുള്ള സംഘം വിഭവങ്ങൾ സമാഹരിച്ചിരുന്നത്. നയോമിയെ കണ്ട് സിത്താരയുടെ പ്രേതമാണെന്ന് കരുതി ഭയന്ന് അവർ കയ്യിൽ കിട്ടിയത് എടുത്തുകൊണ്ട് പലായനം ചെയ്യുകയായിരുന്നു. ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് സമൃദ്ധമായിരുന്ന തീന്മേശയിൽ ബ്രെഡ്, മുട്ട, പഴങ്ങൾ, മിനറൽ വാട്ടർ, സോഡ എന്നിവയും പാലും നെയ്യും ചീസും ഫ്രിഡ്ജിനുള്ളിൽ ശേഖരിച്ചു വച്ചിരുന്നു. അത്താഴപ്പട്ടിണി കിടക്കേണ്ടി വരില്ല, മരിയന്നറ്റോ പറഞ്ഞു. താഴത്തെ നിലയിൽ തന്നെ ധാരാളം മുറികളും സിറ്റൗട്ടുകളും ഉണ്ട്. മരിയന്നറ്റോ അതെല്ലാം കാണിച്ച ശേഷം അഷ്ടമൂർത്തിയെയും നയോമിയെയും മുകളിലേക്ക് കൊണ്ടുപോയി. അവിടെ 4 ഭാഗത്തും താഴത്തെ ഹാളിന് നേർക്ക് തുറസായി കിടക്കുന്ന വിശാലമായ ബാൽക്കണികളും അവിടെയെല്ലാം കമനീയമായ ഇരിപ്പിടങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഏതാനും ബെഡ്റൂമുകൾ മുകളിലുമുണ്ട്. ബംഗ്ലാവിൻ്റെ മുൻഭാഗത്ത് 2ാമത്തെ നിലയിലാണ് മഹാദേവൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന സ്യൂട്ട് റൂം. മരിയന്നറ്റോ അതും തുറന്നു കാണിച്ചു. സ്വീകരണമുറി, ഊണുമുറി, ബെഡ്റൂം, സിറ്റൗട്ട്, ബാൽക്കണി എന്നിവയടങ്ങുന്ന വിശാലമായ സ്യൂട്ട്. ഈ ബംഗ്ലാവിലെ ഫർണിച്ചറിന് മാത്രം 2 കോടിയെങ്കിലും വില വരും. എല്ലാം തേക്കിലും ഈട്ടിയിലും പണിതീർത്തവയാണ്. തേക്കിൻ്റെ പലകകൾ പാകിയ തറയും തേക്കുകൊണ്ട് പാനലിംഗ് ചെയ്ത ഭിത്തികളും വിസ്തൃതമായ കബോർഡുകളും വാർഡ്രോബുകളുമായിരുന്നു എല്ലാ ബെഡ്റൂമുകളുടെയും പ്രൗഢി. നമുക്ക് വല്ലതും കഴിച്ചിട്ട് ഔട്ട് ഹൗസിലേക്ക് പോകാം, നയോമി പറഞ്ഞു. നിന്റെ അച്ഛൻ താമസിച്ചിരുന്ന മുറിയാണിത്, മരിയന്നറ്റ് പറഞ്ഞു. ഇത് നിന്റെ അച്ഛൻ കിടന്നുറങ്ങാറുള്ള കിടക്ക. ഇതൊന്നും കാണാൻ ആഗ്രഹമില്ലേ നിനക്ക്? എനിക്കിതെല്ലാം കണ്ടിട്ട് പേടിയാകുന്നു, നയോമി പറഞ്ഞു. ഇതെല്ലാം ഇവളുടേതാണ്, അഷ്ടമൂർത്തി പറഞ്ഞു. ആരോണിനും സനയ്ക്കും അവകാശമുണ്ടെങ്കിലും അവരാരും ഇങ്ങോട്ട് വരില്ല. പക്ഷേ ഇതെല്ലാം നമ്പ്യാർ സാറിൻ്റെ ബന്ധുക്കൾ കൈവശപ്പെടുത്തി. നമ്പ്യാർ സാർ എഴുതിയ ഒരു വിൽപ്പത്രം അവരുടെ കയ്യിലുണ്ടെന്നാണ് കേൾക്കുന്നത്, മരിയന്നറ്റ് പറഞ്ഞു. വെറുതെയാണ്, അഷ്ടമൂർത്തി വെളിപ്പെടുത്തി. മഹാദേവൻ നമ്പ്യാർ വിൽപ്പത്രം എഴുതിയിട്ടില്ല. അത് എഴുതാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വിൽപ്പത്രം എഴുതി തയ്യാറാക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരങ്ങളുടെ മുഴുവൻ പട്ടികയും എനിക്ക് കിട്ടിയത്. ഒരുപക്ഷെ അവർ ഒരു വ്യാജ വിൽപ്പത്രം കൊണ്ടുവന്നേക്കുമായിരിക്കും. അതൊന്നും വിലപ്പോവില്ല. വ്യാജമാണെന്ന് തെളിയിക്കാൻ എനിക്ക് പറ്റും. വിൽപ്പത്രം തയ്യാറാക്കാൻ വേണ്ടി അദ്ദേഹം എനിക്ക് അയച്ച ഇമെയിലുകൾ എൻ്റെ കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്. സ്വത്ത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ വീതം വയ്ക്കണമെന്ന് അതിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് താഴേക്ക് പോകാം, നയോമി ഇടയ്ക്ക് കയറി പറഞ്ഞു. അവൾ മരിയന്നറ്റോയുടെ തോളത്ത് നിന്നു കുഞ്ഞിനെ എടുത്ത് തൻ്റെ തോളത്ത് കിടത്തി. 3 പേരും സ്റ്റെയർകേസ് ഇറങ്ങി താഴേക്ക് പോയി. ഈ ബംഗ്ലാവിൻ്റെ ഭംഗിയും ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന ഏന്തയാർ ടൗണിൻ്റെ ഭംഗിയും ഒന്ന് വേറെ തന്നെയാ. ഈ രാത്രിയിൽ നമുക്കത് മനസ്സിലാകില്ല. പകൽ സമയത്ത് വരണം, മരിയന്നറ്റ് പറഞ്ഞു. അവർ താഴെ ഊണുമുറിയിൽ പോയിരുന്ന് ഭക്ഷണം കഴിച്ചു. ബ്രെഡും ബട്ടറും ചീസും പഴങ്ങളും ഉണ്ടായിരുന്നു. മരിയന്നറ്റോ സ്റ്റൗവിൽ വച്ചു പാൽ തിളപ്പിച്ചു. കോഫി ഉണ്ടാക്കി. നയോമി മിന്നുമോളെ വിളിച്ചുണർത്തി ഭക്ഷണം കൊടുത്തു. ആഹാരം കഴിച്ച ശേഷം കുടിക്കാനുള്ള വെള്ളമെടുത്ത് അവർ ലൈറ്റുകൾ കെടുത്തി ബംഗ്ലാവ് പൂട്ടി പുറത്തിറങ്ങി ഔട്ട് ഹൗസിൽ തിരിച്ചെത്തി. ഇനി ഉറങ്ങാം. നാളത്തെ കാര്യങ്ങൾ രാവിലെ നമുക്ക് പ്ലാൻ ചെയ്യാം, അഷ്ടമൂർത്തി പറഞ്ഞു. എനിക്ക് ഫോൺ ചെയ്യാനുണ്ട്. ഇവിടെ എത്തിയെന്ന് പോലും വീട്ടിൽ വിളിച്ച് പറഞ്ഞില്ല. നയോമി മൊബൈൽ ഫോൺ കയ്യിലെടുത്തു. ശരി, നീ കിടന്നോ. ആദ്യം മിന്നുമോളെ കിടത്തിയ മുറി തന്നെ മരിയന്നറ്റോ അവൾക്ക് കൊടുത്തു. അഷ്ടമൂർത്തിയെ മുകൾ നിലയിലേക്ക് കൊണ്ടുപോയി ഒരു മുറി തുറന്നു കൊടുത്തു. അല്പസ്വല്പം പൊടിയും പൂപ്പലുമൊക്കെ കാണും. ഫ്ലോറിലും ബെഡിലുമെല്ലാം. അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ, മരിയന്നറ്റ് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, ഞാൻ മാനേജ് ചെയ്തോളാം, അഷ്ടമൂർത്തി പറഞ്ഞു. നമുക്ക് അല്പം സംസാരിക്കുന്നതിൽ വിരോധമുണ്ടോ, മരിയന്നറ്റ് ചോദിച്ചു. ഇല്ലല്ലോ. നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ നയോമിയെയും കൂട്ടി എത്തിയത് തന്നെ. എനിക്കറിയേണ്ടത് സിത്താരയുടെ മരണത്തെക്കുറിച്ചാണ്. അതെങ്ങനെ സംഭവിച്ചു? നമ്പ്യാർ സാറിൻ്റെ മരണശേഷം കോലാലംപൂരിൽ നിന്ന് എന്നാണ് അവൾ ഇന്ത്യയിലേക്ക് വന്നത്? എന്തുകൊണ്ട് ഇവിടെ വന്നില്ല? അവൾ മരിക്കുന്നതിന് മുമ്പ് അഷ്ടമൂർത്തി സാർ അവളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? എവിടെ വച്ചായിരുന്നു അവളുടെ മരണം? മരണകാരണം എന്തായിരുന്നു? ഇത്രയും കാര്യങ്ങൾ അറിയാനുണ്ട്. അതേപ്പറ്റി യാതൊരു വിവരങ്ങളും നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലേ, അഷ്ടമൂർത്തി ചോദിച്ചു. മരിച്ച് ഫ്യൂണറലും കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വിവരമറിയുന്നത്. മരണം സംഭവിച്ചത് തമിഴ്നാട്ടിൽ നിന്നായതുകൊണ്ട് ഇവിടെ അതൊന്നും ആരും അറിഞ്ഞില്ല. നിങ്ങളാരും അന്വേഷിച്ചു പോയില്ല? നിങ്ങളുടെ മകൻ പോലും അതേപ്പറ്റി ഒരു അന്വേഷണവും നടത്തിയില്ലേ? അയാളും സിത്താരയും തമ്മിൽ ദീർഘകാലമായി പ്രണയത്തിലായിരുന്നല്ലോ. എന്നിട്ടും? അവൻ കുറേ അന്വേഷണമൊക്കെ നടത്തി. പക്ഷെ ഒരെത്തും പിടിയും കിട്ടിയില്ല. ആരുണ്ട് അവന് ശരിയായ വിവരങ്ങൾ കൊടുക്കാൻ? ചെന്നൈയിലെ ഏതോ മെൻ്റൽ സാനറ്റോറിയത്തിലായിരുന്നു അവസാന ദിവസങ്ങളിൽ സിത്താരയെ അടച്ചിട്ടിരുന്നത് എന്ന് മാത്രം അറിയാൻ കഴിഞ്ഞു. നമ്പ്യാർ സാറിൻ്റെ മരണം അവളുടെ മനസ്സിൻ്റെ സമനില തെറ്റിച്ചിരുന്നത്രേ, മരിയന്നറ്റ് ദുഃഖത്തോടെ പറഞ്ഞു. അവിടെ ഒരു ദുരൂഹതയുണ്ട്. ശരിക്കും ചെന്നൈയിലല്ല, ആർക്കോണത്താണ് സിത്താരയെ അടച്ചിട്ട മെൻ്റൽ ഹോസ്പിറ്റൽ. അതുമാത്രമല്ല, മഹാദേവൻ നമ്പ്യാരുടെ മരണം അവളുടെ മാനസിക നില തെറ്റിച്ചു എന്നതും വിശ്വസിക്കാൻ വയ്യ. ഞാൻ അറിഞ്ഞിടത്തോളം സിത്താര വളരെ ബോൾട്ടായിരുന്നു. ആരുടെയെങ്കിലും മരണത്തിന് അവളെ തകർക്കാനൊന്നും പറ്റില്ല. അത് ശരിയാ. അവളുടെ മനസ്സ് ഉറച്ചതായിരുന്നു. അവളുടെ തീരുമാനങ്ങളും അങ്ങനെയായിരുന്നു, മരിയന്നറ്റ് സമ്മതിച്ചു.
മെൻ്റൽ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നോ മരണം സംഭവിച്ചത്? അത് ഇപ്പോഴും വ്യക്തമല്ല. മഹാദേവൻ നമ്പ്യാരുടെ മരണവാർത്ത അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മകനുമൊപ്പം അവൾ ഡൽഹിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബോഡി ഏറ്റുവാങ്ങി ശവസംസ്കാരം നടത്തിയ ശേഷം അവർ കോലാലംപൂരിലേക്ക് തിരിച്ചുപോയി. പിന്നീട് സിത്താര ഡൽഹിയിൽ എന്തിനു വന്നുവെന്നത് ദുരൂഹമാണ്. കൈലാസ്നാഥ് ക്ഷണിച്ചിട്ട് വന്നതായിരിക്കാമെന്നാണ് എൻ്റെ ഊഹം. മൾബറി ഹൗസ് വിൽക്കാൻ പോകുന്ന കാര്യം മഹാദേവൻ നമ്പ്യാർ മകളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ ഇടനിലക്കാരൻ കൈലാസ്നാഥ് ആയിരുന്നല്ലോ. അയാൾ വിളിച്ചു വരുത്തിയതായിരിക്കാം. ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്ന് നിങ്ങളെപ്പോലും അവൾ അറിയിച്ചില്ലല്ലോ. ഓവോ, അഷ്ടമൂർത്തി ചോദിച്ചു. ഇല്ല, അതാണ് ഞങ്ങൾക്ക് ആശ്ചര്യം. ജിംസണോട് എല്ലാ കാര്യങ്ങളും അവൾ പറയാറുള്ളതായിരുന്നു. അതിനർത്ഥം ഒന്നേയുള്ളൂ, വന്ന അന്ന് തന്നെ തിരിച്ചു പോകണമെന്നാണ് അവൾ ഉദ്ദേശിച്ചത്. 1-2 മണിക്കൂർ നീളുന്ന കൂടിക്കാഴ്ച, അടുത്ത ഫ്ലൈറ്റിന് കോലാലംപൂരിലേക്ക് മടക്കം. പക്ഷേ അവൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. കൈലാസ്നാഥ് അവളെ ബന്ധുക്കൾക്ക് പരിചയപ്പെടുത്തി കാണണം. അവരോടൊപ്പം അവൾ അടുത്ത ഫ്ലൈറ്റിൽ ചെന്നൈയിലേക്ക് പോയി. പിന്നെ നമ്മൾ അറിയുന്നത് അവൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ ആയിരുന്നെന്നും അവിടെ നിന്നും ചാടിപ്പോകാനുള്ള ശ്രമത്തിനിടയിൽ കൊല്ലപ്പെട്ടുവെന്നുമാണ്. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മരിയന്നെറ്റോ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. 2 നിമിഷത്തെ മൗനത്തിന് ശേഷം അവർ അഷ്ടമൂർത്തിയെ നോക്കി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? തെറ്റിദ്ധരിക്കരുത്. ചോദിച്ചോളൂ. നിങ്ങളുടെ കൂടെയുള്ള നയോമി ശരിക്കും സിത്താര തന്നെയല്ലേ? മരിച്ചു പോയത് നയോമിയാണെങ്കിലോ? ആ ചോദ്യത്തിൽ മലച്ചുപോയി അഷ്ടമൂർത്തി.